പ്രതികൾക്ക് ഭാര്യ, കുട്ടി, ചെറുപ്പം, അതിജീവിത വിവാഹം പോലെ കഴിക്കാത്തൊരു പെൺകുട്ടീനെ അർദ്ധരാത്രി കൊണ്ടുപോയി പിച്ചിച്ചിന്തിയവർക്ക് എന്തൊക്കെ പരിഗണിക്കുന്നുണ്ട് കോടതി? അവരെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. മെയിൻ കോൺസ്പിറേറ്റർക്ക് വെറുതെയും വിട്ടു. അപ്പൊ ഇവരിങ്ങനെ അല്ലാതെ അത്ര കൂടുതൽ പറയാൻ പറ്റൂ? തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, അതായത് ഇത് മിനിമം ശിക്ഷയാണ് എന്ന് പ്രോസിക്യൂഷൻ. ഞാൻ എന്നെ കുത്തി ചോദിച്ചാൽ ഞാൻ കണ്ടെത്തി പറയും. അതുകൊണ്ട് കാരണം അത്രയും ടെൻഷനിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ. എനിക്കറിയാം അഡ്വക്കേറ്റ് ടി ബി മിനി, ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. അതായത് നിയമമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചത് ഇത് പരമാവധി ശിക്ഷയാണ് എന്നാണ്. എത്ര കണ്ട് ശരിയായൊരു നിലപാടാണത്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞാൻ അതിജീവിതയുടെ അഡ്വക്കേറ്റായിട്ട് നിന്ന് കഴിഞ്ഞ 2 വർഷക്കാലം എല്ലാ ദിവസവും കോടതിയിൽ പോയി പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്ത് ഈ കുട്ടിക്ക് നീതി മേടിക്കാൻ വേണ്ടി പോരാടിയ ഒരാളാണ്. എനിക്ക് അഭിപ്രായം ഇല്ല. ഓക്കെ, ശരി. താങ്ക് യു അഡ്വക്കേറ്റ് ടി ബി മിനി. നമുക്ക് വിശദമായി ഇനിയും ഈ വിഷയത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകാനുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ചേർന്നതിന് നന്ദി. നമുക്ക് ഇതിൽ പ്രധാനമായി വന്നിരിക്കുന്നത് വിധി പ്രസ്താവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ, ശിക്ഷാവിധി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രി പി രാജീവ് നടത്തിയ പരാമർശമാണ്. അതായത് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പോലും പരമാവധി ശിക്ഷ കിട്ടിയില്ല എന്ന നിലപാടെടുക്കുമ്പോൾ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷയല്ല മിനിമം ശിക്ഷയാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ മന്ത്രി പി രാജീവ്, നിയമമന്ത്രിയായ പി രാജീവ് പുറത്തു വന്ന് പറഞ്ഞത് അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു. അത് നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. ശരിയായ രൂപത്തിലുള്ള അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. 6 പ്രതികൾക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായി വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള എല്ലാവർക്കും മാതൃകാപരമായൊരു ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. യെസ്, അദ്ദേഹം ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. 20 വർഷം എന്നത് 14 വർഷത്തേക്കാൾ വലിയ ശിക്ഷയാണ്. 14 വർഷം ജീവപര്യന്തം എന്ന് കണക്കാക്കിയാൽ അതിനേക്കാൾ വലിയ ശിക്ഷയാണെന്നാണ്. എന്നാൽ നിയമത്തിൽ അത് ആജീവനാന്തമുള്ള ശിക്ഷയാണ് എന്ന കാര്യം അദ്ദേഹം മറന്നുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം.